ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ്. ഇതൊരു ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിട്ടുള്ളത് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ഒരു റൈറ്ററാണ്. അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഹി ഈസ് എ ഫ്രീഡം ഫൈറ്റർ, നോവലിസ്റ്റ് ആൻഡ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ ഹെയിലിംഗ് ഫ്രം കേരള. അദ്ദേഹം ഒരു ഫ്രീഡം ഫൈറ്ററും നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമായിരുന്നു. ഹിസ് നോട്ടബിൾ വർക്ക്സ് ഇൻക്ലൂഡ് ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക്സുകളിൽ 3 എണ്ണമായിരുന്നു ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, മതിലുകൾ തുടങ്ങിയവ. ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടർ ഒരു ഹോമിയോപ്പതിക് ഡോക്ടറാണ്. നമ്മുടെ റൈറ്ററിന് ഈ ഹോമിയോപ്പതിക് ഡോക്ടർ പറഞ്ഞു കൊടുത്ത് കേട്ട ഒരു സ്റ്റോറിയാണിത്. ഇതിന്റെ ടൈറ്റിലിൽ പറയുന്നത് പോലെ തന്നെ ദ സ്നേക്ക് ആൻഡ് ദ മിറർ, ഒരു പാമ്പും കണ്ണാടിയുമാണ് ഈ സ്റ്റോറിയിലെ മറ്റ് 2 മേജർ ക്യാരക്ടേഴ്സ്. ഈ ഡോക്ടർ പറയുന്നതായിട്ടാണ് ഈ സ്റ്റോറി നറേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഡോക്ടർ തന്റെ ജോലി സ്ഥലത്തെ മറ്റാളുകളോട് അയാൾക്കുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യുകയാണ്. അതാണ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. ഈ സ്റ്റോറിയിൽ നമ്മുടെ ഹോമിയോപ്പതിക് ഡോക്ടർ തന്റെ യൗവന കാലഘട്ടത്തിലെ ഒരു ദിവസത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹം അൺമാരീഡ് ആയിരുന്നു. ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം ആലോചിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ സ്റ്റോറി എന്താണെന്ന് നോക്കാം. ഒരു വേനൽക്കാല രാത്രി അദ്ദേഹം റെസ്റ്റോറന്റിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിന്റെ റൂമിലെത്തി. അങ്ങനെ റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ മുകളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേട്ടു. അത് അയാൾക്ക് പരിചിതമായ ശബ്ദങ്ങൾ തന്നെയായിരുന്നു. കാരണം എലികളുടെ ശബ്ദമായിരുന്നു അത്. അതൊരു ചെറിയ റെന്റഡ് റൂമായിരുന്നു, വാടക മുറിയായിരുന്നു. അദ്ദേഹം മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ അധികം പണമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സ്യൂട്ട് കേസിൽ വെറും 60 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ 3 ഷർട്ടും ഒരു ധോത്തിയും പിന്നെ ഒരു കറുത്ത കോട്ടും മാത്രമേ അദ്ദേഹത്തിന്റെ അടുത്തുണ്ടായിരുന്നുള്ളൂ. ആ റൂമിൽ ഇലക്ട്രിസിറ്റി സപ്ലൈ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ റൂം കാണാൻ ഭയങ്കര ഹൊറിബിൾ ആയിരുന്നു. അദ്ദേഹം ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ചു. അങ്ങനെ ഒരു ചെയറിലിരുന്ന് അയാൾ വിശ്രമിക്കുകയായിരുന്നു. ആ സമയം അയാൾ തന്റെ ഒരു മെഡിക്കൽ ബുക്ക് എടുത്ത് ഒന്ന് നോക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ ടേബിളിന്മേൽ ഒരു വലിയ മിററും ഉണ്ടായിരുന്നു, പിന്നെ ഒരു വിളക്കും. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ ചൂട് കാരണം അദ്ദേഹത്തിന് ഉറക്കം കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ മിററിൽ നോക്കിയിരുന്ന് സ്വയം പുകഴ്ത്താൻ തുടങ്ങി. ആ കാലത്ത് അദ്ദേഹം സൗന്ദര്യത്തിന്റെ വലിയ ആരാധകനായിരുന്നു. കൂടാതെ ഒരു ബാച്ചിലറും ഒരു ഡോക്ടറും കൂടിയാണ് എന്നൊക്കെ ഇങ്ങനെ സ്വയം കണ്ണാടിയിൽ നോക്കി പുകഴ്ത്തി പറയുകയാണ്. അങ്ങനെ ഒരു ചീപ്പ് എടുത്ത് കണ്ണാടിയിൽ നോക്കി തന്റെ മുടി വൃത്തിയായിട്ട് ചീകി ഒതുക്കി. എന്നിട്ട് അയാൾ ഒരു ഡിസിഷൻ എടുത്തു. ഇനി ഡെയിലി ഷേവ് ചെയ്യുമെന്നും കുറച്ച് മീശ കൂടി വളർത്തിയാൽ അയാളെ കാണാൻ ഒന്നുകൂടി ഹാൻസം ആയിരിക്കുമെന്നും മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ പിന്നെ അദ്ദേഹം തന്റെ വിവാഹത്തെ പറ്റി ആലോചിക്കാൻ തുടങ്ങി. നല്ല റിച്ച് ആയിട്ടുള്ള, അതായത് നല്ല പണമുള്ള, ബ്യൂട്ടിഫുൾ ആയ ഒരു ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കുന്നതിനെ പറ്റി ആലോചിച്ചു. അവൾക്ക് കുറച്ച് വണ്ണം ഉണ്ടായിരിക്കണം. കാരണം അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവൾക്ക് അയാളുടെ പുറകെ ഓടാൻ കഴിയരുത്. അതായിരുന്നു താൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് വണ്ണം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതിന്റെ പിന്നിലെ കാരണം. അങ്ങനെ ധാരാളം ചിന്തകളുമായി അയാൾ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് എന്തോ വീഴുന്ന ശബ്ദം പോലെ അയാൾ കേട്ടു. അങ്ങനെ അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കസേരയുടെ പിറകിൽ ഒരു പാമ്പ് ആടുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അത് ഡോക്ടറുടെ ഇടത് കൈയിൽ ചുറ്റി. അയാളുടെ ഫേസിൽ നിന്ന് കുറച്ച് ഇഞ്ച് അകലത്തിലാണ് ആ പാമ്പ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഭയങ്കര ഷോക്കായി പോയി. ഒരു സ്റ്റാച്യു പോലെ, പ്രതിമ പോലെ അങ്ങനെ തന്നെ നിന്നു. ആ സമയത്ത് അയാൾക്ക് ദൈവത്തിന്റെ ഒരു പ്രസൻസ് അവിടെ അനുഭവപ്പെട്ടു. ദൈവം അവിടെ ഉണ്ടായിരുന്നു എന്ന് അയാൾക്ക് തോന്നി. കാരണം പാമ്പ് അയാളുടെ കയ്യിൽ നിന്നും ഇറങ്ങി അവിടെയുള്ള കണ്ണാടിയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ അയാൾ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടി. പാമ്പ് ആ കണ്ണാടിയിൽ തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പാമ്പ് അതിന്റെ തന്നെ റിഫ്ലക്ഷൻ കണ്ണാടിയിൽ കണ്ട് നോക്കി നിന്നതാവും എന്നാണ് ഡോക്ടറിന് തോന്നിയത്. അങ്ങനെ ഡോക്ടർ ആ കഥ അവിടെ എൻഡ് ചെയ്യുകയാണ്. സോ ഇതായിരുന്നു ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. ഈ ഒരു ചാപ്റ്ററിന്റെ സമ്മറിയാണ് നമ്മൾ പറഞ്ഞത്. ഈ ഒരു സ്റ്റോറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അമിതമായ ആത്മവിശ്വാസവും അഹങ്കാരവും നമ്മെ നാശത്തിലേക്കാണ് നയിക്കുക. അതുതന്നെയാണ് ഈ സ്റ്റോറിയിലും സംഭവിച്ചത്. ഡോക്ടർ അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സിലെല്ലാം വളരെയധികം അഹങ്കരിച്ചു. പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം അദ്ദേഹം തന്റെ ജീവിതത്തിന്റെ യഥാർത്ഥ പ്രാധാന്യം തിരിച്ചറിയുകയാണ് ഉണ്ടായത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സ്റ്റോറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.